മസിനഗുഡി കല്ലട്ടി ചുരം വഴി ഊട്ടിയിലേക്ക് അതും 10 മിനിറ്റിൽ പോയി വരാം. ഇപ്പോൾ നിലമ്പൂരാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു ചായക്കട അല്ലേ, ഈ ചായക്കടയിലേക്ക് ഇവിടെ കുരങ്ങൻ വന്ന് വൈകുന്നേരം പഴംപൊരി എടുത്ത് പോകുന്ന ഒരു സ്ഥലം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ കുട്ടികൾക്കെല്ലാം ഓരോ കൂളിംഗ് ഗ്ലാസ് മേടിച്ച് നിലമ്പൂരിൽ നിന്ന് യാത്ര തുടരുകയാണ് കേട്ടോ. നിലമ്പൂരിൻ്റെ മനോഹരമായ ഒരു റോഡാണ് കേട്ടോ ഇത്. നമ്മൾ എല്ലാവരും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന റോഡ് കൂടിയാണ്. ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പോയി വഴിക്കടവുന്ന് ഒന്ന് റിഫ്രഷായി. കേരള ഫുഡ് കിട്ടുന്ന കേരളത്തിലെ അവസാനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഈ വഴിക്കടവ്. അതുകൊണ്ട് തന്നെ നിരവധി ഹോട്ടലുകളും ഹോട്ടൽ ബോർഡ് വെച്ച ആളുകൾ നമ്മൾ ഇങ്ങനെ വെൽക്കം ചെയ്യുന്നുണ്ടാവും. ഒരു പരിധിവരെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് തന്നെ നല്ലത്. കേരളത്തിൻ്റെ റോഡ് അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ എല്ലാ യാത്രയിൽ നിന്നും വിഭിന്നമായിട്ടൊരു കാര്യമുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പറ്റും. ചുരം റോഡ് വളരെ ക്ലീനാണ്. ഞായറാഴ്ചയാണ് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവാട്ടോ. എനിക്ക് തോന്നുന്നു ഊട്ടിയിലേക്ക് പോകാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഞായറാണ്. തിങ്കളാഴ്ച ഊട്ടി കറങ്ങുന്നത് വളരെ നല്ലതാണ്, ബ്ലോക്ക് തീരെ ഉണ്ടാവില്ല. പിന്നെ ചുരം കയറി ഇങ്ങനെ പോകുമ്പോൾ ചുരം വളരെ വൃത്തിയാണ് കേട്ടോ. കുരങ്ങന്മാരൊക്കെ കണ്ടു തുടങ്ങി. കുരങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് ഒരു ടൂറിസ്റ്റ് മോഡ് വരും. ഇത് ഒരു മഖാമാണ് കേട്ടോ. ഒരു അറബി സൂഫി വരുന്നോ മറ്റോ ഇവിടെ വന്ന് മരിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ തൊട്ട് മേലെ 1 കിലോമീറ്റർ അപ്പുറത്തും ഇതുപോലെ മക്ബറ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് എത്തി. തമിഴ്നാട്ടിലേക്ക് എത്തിയതോടുകൂടെ റോഡിൻ്റെ ഗതി മാറി കേട്ടോ. റോഡ് വളരെ മോശം എന്ന് പറയാം. സാധാരണഗതിയിൽ കേരളത്തിൻ്റെ റോഡാണ് മോശമായിട്ട് വരാറുള്ളത്. പല റീലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതേ ഈ ഒരു സ്ഥിതി കേട്ടോ. ഗൂഡല്ലൂർ പോകുന്ന റോഡാണ്. അപ്പം ഈ കുരങ്ങന്മാരൊന്നും റോഡിൽ നിന്ന് മാറില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് പട്ടികൾ മാറാത്തത് പോലെ ഇവിടെ കുരങ്ങന്മാർ കേട്ടോ. പിന്നെ അങ്ങനെ ചുരം കയറി ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. നൊങ്കാണ്, അതായത് തേങ്ങ എന്നാണ് ഇവർ പറയുന്നത്. ഒരു തേങ്ങക്ക് 50 രൂപയാണ് കേട്ടോ. ക്യാഷ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ റോഡിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്താൽ പൈസ ഉണ്ടാക്കാം. 3 നൊങ്കുണ്ടാവും, 50 രൂപ. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴാണ് ഇവരുടെ വണ്ടി ഞാൻ ശ്രദ്ധിച്ചത്. അവിടെയും ഒരു കുരങ്ങനിരിക്കുന്നുണ്ട്. ഈ ഒരു തേങ്ങ ഉണ്ടല്ലോ, ഈ തേങ്ങയൊക്കെ നിമിഷ നേരം കൊണ്ട് ക്യാഷായിട്ട് രൂപാന്തരപ്പെടും കേട്ടോ. ദിവസം 15,000 20,000 രൂപ വരെ ഇവർ സമ്പാദിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികൾക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് ഉണ്ട് കേട്ടോ ഇവരെ കയ്യിൽ നിന്ന്. പിന്നെ അങ്ങനെ ഗൂഡല്ലൂർ എത്തി. റോഡും സാമാന്യം മെച്ചപ്പെട്ട രീതിയിലേക്കായി. തേയിലത്തോട്ടമൊക്കെ കണ്ടുവന്നു. തമിഴ്നാട്ടിൽ പെട്രോളിന് സ്വാഭാവികമായിട്ടും വില കുറവാകൊണ്ട് തന്നെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു 2-3 മാസത്തേക്ക് ഓടാനുള്ള എണ്ണ അവിടെ ഉണ്ടാവും. പിന്നെ അങ്ങനെ ഒരുപാട് മുമ്പോട്ട് പോയാൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ATM ആണ്, നോക്കി നോക്ക്. അപ്പോൾ ഇത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പരിപാടി എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഇത് കാണുമ്പോൾ തന്നെ മറ്റുള്ള രാജ്യത്തിലെ ആളുകൾക്ക് തോന്നും ഇത് ഒരു ദരിദ്ര രാജ്യത്ത് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ഈ മൊബൈൽ ATM എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും വലിയ സംഭവമൊന്നും അല്ല, പക്ഷേ വലിയ സംഭവമായിട്ടാണ് തമിഴ്നാട് അവതരിപ്പിച്ചിട്ടുള്ളത്. ബുക്ക് ചെയ്ത റിസോർട്ടിൽ നിന്ന് പറഞ്ഞത് ഹോട്ടൽ വീനസിൽ നിന്ന് ഫുഡ് കഴിച്ചോളാനാണ് പറഞ്ഞത്. ഒരു പരിധിവരെ കേരള ഫുഡ് തന്നെ കിട്ടും കേട്ടോ. പിന്നെ ഒന്ന് എടുത്ത് പറയാം കേട്ടോ, ആദ്യമായിട്ടാണ് ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ഞാൻ വീണ്ടും ഓർഡർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. പ്രത്യേകിച്ച് ഊട്ടിയിലൊക്കെ പോകുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ് കേട്ടോ വീനസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണി തന്നെയാണ് കേരള സ്റ്റൈൽ ബിരിയാണി. പലപ്പോഴും തമിഴ്നാട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല. അതേ രണ്ടാമത് തട്ടുന്ന മോനെ ട്രൈ കാണുന്നത് കണ്ടോ. അത്രയും നല്ല ടേസ്റ്റി ബിരിയാണി കേട്ടോ. കന്നഡ തിരിച്ചു വെച്ച മോളാണ് ഈ കാണുന്നത്. ഈ ചേട്ടൻ ഷർട്ട് വെക്കുന്നത് 100 രൂപക്കാണ്. പിന്നെ മറ്റൊരു കാഴ്ച കണ്ടത് നോക്കി നോക്ക്. ഫുഡാണല്ലോ എല്ലാവർക്കും മെയിൻ. കടക്കാരൻ പഴം വിൽക്കാനുള്ള ബുദ്ധിമുട്ടും കുരങ്ങന് പഴം കിട്ടാനുള്ള ബുദ്ധിമുട്ടും ഒറ്റ ഫ്രെയിമിൽ ഒന്ന് നോക്കി നോക്ക്. എനിക്ക് വളരെ ദയനീയാവസ്ഥ തോന്നി കേട്ടോ. കുരങ്ങൻ കീഴടങ്ങി മേലോട്ട് പോയി. ശരിക്കും പോകേണ്ടത് മസിനഗുഡിയിലേക്കായിരുന്നെങ്കിലും ഞങ്ങൾ വഴിതെറ്റി ഊട്ടി സൈഡിലേക്കൊന്ന് പിടിച്ചു കേട്ടോ. ഗൂഗിൾ മാപ്പൊന്നും നോക്കാതെയായിരുന്നു യാത്ര. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളുടെ യൂക്കാലിപ്സ് മരങ്ങളും ഒക്കെ കണ്ട് നല്ല തണുപ്പൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 30 കിലോമീറ്ററോളം വഴിതെറ്റിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. ബുക്ക് ചെയ്ത റിസോർട്ടിൽ നിന്ന് പലപ്പോഴായിട്ട് വിളിക്കുന്നത് എവിടെ എത്തി ദാ എത്തി എന്ന് ഞാൻ പറയുന്നുണ്ട്. കോടയൊക്കെ കണ്ടു തുടങ്ങി. ഇപ്പോഴും നമ്മൾ വഴിതെറ്റി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. വഴിയിൽ കണ്ടതാണ് കേട്ടോ. നമ്മൾ അവരുടെ ഏരിയയിൽ കയറിയിട്ടാണ് യാത്ര ചെയ്യുന്നതൊരു ബോധം വേണം. പിന്നെ മുമ്പോട്ട് ഇങ്ങനെ പോയപ്പോഴാണ് എനിക്ക് തോന്നിയത് വഴി തെറ്റിയിട്ടുണ്ട്, ഏകദേശം ഊട്ടി എത്താറായല്ലോ എന്നൊക്കെ തോന്നി. ഇതേ ഡെഡ് ബോഡി ആട്ടോ കൊണ്ടുവന്നത്. തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഇത്തരം കാഴ്ചകൾ ഒരുപാട് കാണാനായിട്ട് പറ്റും. വളരെ അലങ്കാരപൂർവ്വം ആകാശപൂർവ്വമാണ് ഇവർ ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുവന്നത്. എന്തായാലും തിരിച്ച് മസിനഗുഡി റോഡിലേക്ക് പിടിച്ചപ്പോൾ തന്നെ അതേ കണ്ടോ, ആദ്യത്തെ സൈറ്റിങ്ങാണ് പുള്ളിമാന് മാത്രമല്ല, ആനയായാലും കരടിയായാലും പുലിയായാലും എല്ലാം കാണാൻ പറ്റിയ ഒരു റൂട്ടാണ് ഈ മസിനഗുഡി റൂട്ട് എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ആനയും കാട്ടുപോത്തിനെയൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ കാട്ടുപോത്ത് ഇതേ ഒരു കാട്ടുപോത്തിനെ കണ്ടില്ലേ. എന്നാൽ ഇതൊന്നും അല്ല കേട്ടോ. കുറച്ച് മുമ്പോട്ട് പോയേക്കുമ്പോൾ ഒരു കൂട്ടം കാട്ടാന. ഞാനിതിനെ വിശേഷിച്ചത് കാട്ടാനയെ മേക്കാൻ വിട്ട പോലെ എന്നാളാ. നോക്ക്, അത്ര അഗ്രസീവൊന്നും അല്ല കേട്ടോ. എന്നിരുന്നാലും കാടാണ്, അവരുടെ ഏരിയയാണ്. നമ്മൾ കുറച്ചൊക്കെ നമ്മൾ നോക്കണമല്ലോ.
ഇല്ലേ നമ്മൾ ആദ്യമായിട്ടാണോ ഇത്രയും ആനകളെ കാണുന്നത് ഒന്നോ രണ്ടോ ആനകളൊക്കെ അവിടെയും ഇവിടെ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇത് റോഡിനോട് വളരെ ചേർന്നിട്ടുണ്ട്. അവിടെ നിർത്തിയില്ല, നല്ല വിഷ്വൽ കിട്ടിയെന്ന പ്രതീക്ഷയാണ്. പക്ഷെ നമ്മൾ നിർത്താതെ പെട്ടെന്ന് പോകുന്നു. കാരണം എപ്പോഴാണ് ഇത് ആക്രമിക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ എപ്പോൾ നോക്കിയാലും ഇത്തരം വീഡിയോസാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ഈ കാടെന്നൊക്കെ പറയുന്നത് ശരിക്കും അത്ര സേഫ് ഒന്നുമല്ല. നമുക്ക് കാണുമ്പോൾ അതിൽ ഒരു രസം തോന്നുമെങ്കിലും ഭയങ്കര ഭീകരാവസ്ഥയാണ്. അവിടെ നിർത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. ജസ്റ്റ് ആ വിഷ്വൽ എടുത്ത് ഞങ്ങൾ അങ്ങനെയാണ് പോകുന്നു. അങ്ങനെ മസിനഗുഡി റോഡിലേക്ക് കയറിയപ്പോൾ വന്യമൃഗങ്ങളുടെ ഒരു കൂമ്പാരം എന്നൊക്കെ പറയാട്ടോ. ഈ ഒരു റോഡിലൂടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. രണ്ട് സൈഡ് കാടും, എപ്പോൾ വേണമെങ്കിലും മാനും കാട്ടുപോത്തൊക്കെ മുമ്പിൽ ചാടാം. അതുകൊണ്ട് തന്നെ നിരന്തരം ഹമ്പുകളൊക്കെ ഉണ്ട്. നേരെ മുമ്പിലോട്ടുള്ള യാത്രയാണ് നമ്മളുടെ ബുക്ക് ചെയ്ത റിസോർട്ടിൽ നിന്ന് ഒരേ വീഡിയോ കേട്ടോ. എനിക്ക് തോന്നുന്നു അവർ പേടിച്ച് കാണും. കാരണം നമ്മൾ എത്തില്ലേ അല്ലെങ്കിൽ വരില്ലേ എന്നൊക്കെ തോന്നിക്കാണും. പിന്നെ ഈ 30-60 കിലോമീറ്ററൊക്കെ വഴി തെറ്റി എന്നൊക്കെ പറയാൻ എനിക്കൊരു മടിയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ ഒരു ആധുനിക കാലത്ത്. നമ്മളെ മുമ്പിൽ ഒരു ഒറ്റ മാൻ നിൽക്കുന്നത് കണ്ടോ. ഒരു കൂട്ടം മാനിനെ അപേക്ഷിച്ച് ഒറ്റ മാനിനെ കാണുമ്പോൾ പ്രത്യേക ഒരു വൈബാട്ടോ. പിന്നെ ഇങ്ങനെ കൂട്ടം മാനുകളെ കണ്ടിങ്ങനെ തുടങ്ങി. പിന്നെ ഇത് ഒരു ഒറ്റ കൊമ്പൻ. ഈ റോഡിലൂടെ പോവുകയാണെങ്കിൽ എത്ര വേണേലും നമുക്ക് മൃഗങ്ങളെ കാണാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ ബുക്ക് ചെയ്ത ഹിൽ സൈഡ് സ്പ്രിംഗ് വാലി റിസോർട്ടല്ലാണ് കേട്ടോ. അത്യാവശ്യം തിരക്കേടില്ലാത്ത മലയാളികൾ നടത്തുന്ന ഒരു റിസോർട്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമൊക്കെയാണ്. എമൗണ്ട് വരുന്നത് 2500 മുതൽ 5000-6000 രൂപ വരെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഒരു ആംബിയൻസിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മലയാളികൾ തന്നെ നടത്തുന്ന റിസോർട്ടാണ്. പിന്നെ മലയാളി തനിമയാർന്ന ഫുഡും ഇവിടെ കിട്ടും. നല്ല ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഈ ബാൽക്കണിയിലേക്ക് ഇങ്ങനെ കുരങ്ങന്മാരൊക്കെ വരും കേട്ടോ. അത് വല്ലാത്ത ഒരു വൈബാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ട് വേണമെങ്കിൽ പറയാം. ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാകുകൊണ്ട് വന്യമൃഗങ്ങളൊന്നും നമ്മളുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് കയറി വരില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫോറസ്റ്റ് ആംബിയൻസിലുള്ള ഒരു റിസോർട്ട്. ഇവരുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ വെക്കാം കേട്ടോ. നിങ്ങൾ പോവുകയാണെങ്കിൽ, ഊട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ട് തന്നെയാണ് ഇത്. സമയം രാവിലെ 11 മണിയായിട്ടോ. റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ ഊട്ടിയിലേക്ക് പിടിക്കുക. ഇവിടുന്ന് 29 കിലോമീറ്ററാണ് ഊട്ടിയിലേക്ക് ഉള്ളത്. തൊഴിലുറപ്പ് പദ്ധതിക്കാരൊക്കെ ഇപ്പോഴും പണിയിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ മസിനഗുഡി ഊട്ടി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന വിഷ്വലൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. ഇനി കാണുന്ന ഈ ഒരു മല കയറിയിട്ട് വേണം നമുക്ക് ഊട്ടിയിലേക്ക് എത്താനായിട്ട്. നല്ല ചുരം റോഡ് എത്തി തുടങ്ങി കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് വേണം ഇതിലൂടെ ഡ്രൈവ് ചെയ്യാൻ എന്നുള്ളത്. റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കാണാം ഒരു ബാരിക്കേഡ്. ഈ ബാരിക്കേഡിലേക്ക് അതുപോലെ അവിടുന്ന് വരുന്ന വണ്ടികൾ, സത്യം പറഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ചെയ്ത വണ്ടികൾക്ക് മാത്രമേ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഇടിച്ചാൽ തന്നെ അതിൻ്റെ ഇടിയുടെ ആഘാതം കുറക്കാനായിട്ടാണ് ഈ റൗണ്ടുകൾ വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടതുമാണ്. കണ്ടോ, ഇവിടെ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ പാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഊട്ടിയുടെ ഇങ്ങനെ ചുരം കയറി തുടങ്ങി. വണ്ടി ചൂടായോ എന്നൊരു ഡൗട്ട് വെച്ച് ജസ്റ്റ് ബോണറ്റൊക്കെ ഒന്ന് തുറന്നു വെച്ചാൽ കേട്ടോ. ശീതകാല പച്ചക്കറി തോട്ടങ്ങളുടെ ഇടയിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ പലപ്പോഴും ഈ ഊട്ടിയെ വരുമ്പോഴേ ഇവിടുത്തെ ജീവിത സാഹചര്യമൊക്കെ വളരെ മോശമാണ് കേട്ടോ. നമ്മൾ ഊട്ടിയിലേക്ക് ആനന്ദപൂർവ്വം വരുമ്പോൾ ഇവിടുത്തെ സാഹചര്യം വളരെ മോശം എന്ന് പറയാം. ഈ പെട്ടി വീടുകൾ കാണുമ്പോൾ തന്നെ നമ്മൾ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ എത്തിയ പ്രതീതിയായി. ഈ റൂട്ടിലൂടെ പലതവണ പോയിട്ടുണ്ടെങ്കിലും എപ്പോഴും ചായ കുടിക്കുന്നത് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് കേട്ടോ. ഈ ഒരു സ്പോട്ട് കാണാതെ ഇതുവഴി ആർക്കും പോകാൻ വേണ്ടി കഴിയില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും യാത്ര തുടർന്നു. കുറച്ചും കൂടി മുമ്പോട്ട് ചെന്നപ്പോഴേ ആണ് ഇങ്ങനെ പച്ചക്കറിയൊക്കെ വെക്കുന്ന ഒരു സ്ഥലം കണ്ടു കേട്ടോ. നല്ല ഫ്രഷ് പച്ചക്കറിയാണ്. പക്ഷേ കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 24 മണിക്കൂറിന് ശേഷം വീട്ടിലേക്ക് എത്തുന്നത്. ഒരു ക്യാബേജ് ആട്ടോ. നമ്മളിവിടുന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഫ്രഷ് പച്ചക്കറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ക്യാബേജ് എത്രയേ ഉള്ളൂ അല്ലേ. പിന്നെ ഇവിടെ വെക്കുന്നത് നമ്മളെ സ്വീറ്റ് കോൺ അതുപോലെ സംഭവങ്ങളൊക്കെ വെക്കുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല മൂത്ത സ്വീറ്റ് കോണിൽ മുളക് പൊടിയും ഉപ്പും അതിനോടൊപ്പം തന്നെ നാരങ്ങയും പിഴിഞ്ഞ് തരുമ്പോൾ അത് വേറെ ലെവലാട്ടോ. നമ്മളെ നാട്ടിൽ നിന്ന് ഉത്സവത്തിനൊക്കെ കിട്ടുമെങ്കിലും ഇത്ര മധുരമുള്ള സ്വീറ്റ് കോണ് കിട്ടാറില്ല. പിന്നെ കഴുതകളാട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം, മസിനഗുഡിയിൽ നിന്ന് ഊട്ടിയിലേക്ക് 29 ഉള്ളെങ്കിലും ഇവിടുന്ന് മസിനഗുഡിയിലേക്ക് ഏകദേശം 68 കിലോമീറ്റർ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ചുരം വഴി ഇറക്കി വിടില്ല. ഈ കുതിര ഇവിടെ ചെയ്യുന്നത് എന്താണെന്നറിയോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഈ കുതിരകൾ ഇവിടെ ചെയ്യുന്നത് മേല് ചൊറിയാണ് കേട്ടോ. മറിഞ്ഞില്ല. അങ്ങനെ ഈ മേല് ചൊറിയുന്ന ഒരു സീനാണ് ഇപ്പോൾ കാണുന്നത്. തൊട്ടപ്പുറത്തുണ്ടോ ഒരു കുതിര മറിഞ്ഞ് ഇങ്ങനെ ചൊറിയുന്നത്, അവിടെ മറിയണം. ഞാൻ വിചാരിച്ചു ഇവർ അതായത് ചാകാൻ പോകുകയെന്നാണ് വിചാരിച്ചേ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ, ഈ ആനയൊക്കെ എങ്ങനെയായിരിക്കും മേല് ചൊറിയുന്നത്? ഈ മരത്തിൽ വരുത്തുന്നത് തന്നെ ആയിരിക്കും അവരുടെ ഏക ചൊറിയൽ ആശ്വാസം എന്ന് തോന്നുന്നു. നേരെ മുമ്പിലോട്ട് പോകുമ്പോൾ ഒരു ഡെഡ് ബോഡി വെച്ച ഇതാണ് കേട്ടോ കണ്ടത്. ഈ തമിഴ്നാട്ടുകാർക്ക് ഒരു പരിധി വരെ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ
ഇതൊരു ചേട്ടന് റീൽസ് എടുക്കുന്നത് കണ്ട കേട്ടോ, യാതൊരു മടിയില്ലാത്തൊരു ചേട്ടൻ, വളരെ എന്താ പറയുക, ബി ഹാപ്പി എന്നാണ് എന്നോട് പറഞ്ഞു. ഞാൻ വീഡിയോ എടുത്ത ചേട്ടാ അത് ഇൻസ്റ്റയിൽ പോടിക്കോ എന്നും എന്നോട് പറഞ്ഞു. ഞാൻ ഇൻസ്റ്റയിലൊന്നും ഇടാൻ നിന്നില്ല. ഞങ്ങൾ നേരെ ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് നേരെ പോയത് കർണാടക ഗാർഡനിൽ നിന്നാണ് കേട്ടോ. അതായത് ബോട്ടാണിക്കൽ ഗാർഡനിൽ പോയില്ല, അതേത് കണ്ടു, വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം. അവിടുന്ന് പൂ വിതറി അതിങ്ങനെ വലിച്ചിറങ്ങിയ പോലെ. മോനും എല്ലാവർക്കും നല്ല ഹാപ്പി ആട്ടോ. ഇവിടെ വാട്ടർ ഫൗണ്ടൻ വരുന്നുണ്ട്, നമ്മുടെ മറ്റേ മൈസൂരിലെ പോലെ വാട്ടർ ഫൗണ്ടനൊക്കെ വരുന്നുണ്ട്. അത് ജനുവരി ലാസ്റ്റ് ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത്. പിന്നെ അങ്ങനെ ഊട്ടിയിലൂടെ തന്നെ അങ്ങ് കറങ്ങുക കേട്ടോ. കുതിരയിൽ കയറാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹം, പലപ്പോഴും പറ്റാറില്ല. കുതിരയിലും കയറി കേട്ടോ. ഈ തമിഴ്മാരത്ത് ഒരുപാട് പഠിക്കാൻ നമുക്കുണ്ട് കേട്ടോ. ഈ ഒരു കുതിരയിൽ കയറാൻ ഇവർ നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ചത് 200+200 കേട്ടോ. ചാണകത്തിൽ ചവിട്ടിയാൽ മോളുടെ കാല് വരെ അവർ കഴുകി കൊടുത്തു എന്നുള്ളതാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യും. സാറേ സാറേ എന്നൊക്കെ വിളിക്കും. തൊട്ട് മുമ്പിലെ ലേക്കിന് തൊട്ട് മുമ്പിൽ നിന്ന് ഒരു ഹോട്ടലിൽ നിന്ന് കേട്ടോ നൂഡിൽസ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നൂഡിൽസ്. ഈ തമിഴ്നാടൊക്കെ വരുമ്പോൾ ഊണൊക്കെ കഴിക്കുന്നതിന് പകരം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നതാണ് നല്ലത്. നല്ല ടേസ്റ്റും ഉണ്ടാവും. ഒരു റീസണബിൾ റേറ്റാണ്, 160 രൂപ. പിന്നെ ക്യാരറ്റ് ആണല്ലോ തമിഴ്നാട്ടിലത്തെ മെയിൻ. അങ്ങനെ ക്യാരറ്റ്, അതുപോലെ ഇതെന്താണെന്ന് ചോദിച്ചതാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അവർ എന്തോ പറഞ്ഞു. പിന്നെ അങ്ങനെ നമ്മൾ ഊട്ടി വിടാൻ പോകാം കേട്ടോ. ഊട്ടിയിൽ ബോട്ടാണിക്കൽ ഗാർഡൻ പോയില്ല, നേരെ കർണാടക ഗാർഡനിലാണ് പോയത്. നേരെ നമ്മൾ ഊട്ടി വിടാനുള്ള പരിപാടിയാണ്. നല്ല തണുപ്പ് ഇറങ്ങിയിട്ടുണ്ട്, ഒരു 12 ഡിഗ്രിയൊക്കെയാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന പോലെ 0 ഡിഗ്രി ഒന്നുമല്ല. അവിടെ നിന്ന് വീണ്ടും ഫോട്ടോ ആണല്ലോ മെയിൻ. ഒരു തേയിലത്തോട്ടം കണ്ടപ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തു. സമയം ഏകദേശം ഇപ്പോൾ 6:30 മണിയായിട്ടുണ്ടാവും. ഇരുട്ടിങ്ങനെ വീണ് തുടങ്ങി. അപ്പോൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഞാൻ മസനഗുഡിയിൽ താമസിച്ചെന്ന് പറഞ്ഞല്ലോ. മസനഗുഡിയിൽ താമസിച്ച് ഊട്ടിയിലേക്ക് പോകുമ്പോൾ തിങ്കളാഴ്ച ഊട്ടി വിസിറ്റ് ചെയ്തത്. തീരെ തിരക്കുണ്ടായിരുന്നില്ല, 0 ബ്ലോക്കുമായിരുന്നു കേട്ടോ. എവിടുന്നും ബ്ലോക്ക് കിട്ടിയില്ല. കഴിഞ്ഞ യാത്രയിൽ 6 മണിക്കൂർ ബ്ലോക്ക് കിട്ടി എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടപ്പോൾ അത് 6 മില്യൺ കണ്ട വ്യൂസായി. അങ്ങനെ ഊട്ടിയുടെ നിശാന്തയിലേക്ക് കടന്നു കേട്ടോ. എല്ലാം ഇരുട്ടായി. നല്ല ഒരു ഊട്ടിയുടെ ഒരു വിഷ്വൽ കൂടെ മേലെ പോയിട്ട് എടുത്തു. ഇനി മേട്ടുപ്പാളം വഴി കോയമ്പത്തൂർ വഴി നാട്ടിലേക്ക് തിരിച്ചു വരാനാണ് പ്ലാന്. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ ഊട്ടി. അതായത് ഊട്ടിയുടെ ഒരു രാത്രി എന്ന് പറയുന്നത് ഇതാ. ഇപ്പം ശരിക്കും ഊട്ടിയിൽ 7-8 ഒക്കെ തണുപ്പായിട്ടുണ്ടാവും കേട്ടോ. നല്ല ഒരു വിഷ്വൽ തന്നെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഊട്ടിയുടെ രാത്രിയിൽ. പിന്നെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഫോട്ടോ എടുക്കലൊക്കെ ഷോക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു ഫ്രെയിമിൽ ഇപ്പോൾ ഒരു സാധനം കാണും കേട്ടോ. അത് നമ്മളിങ്ങനെ കാറിൽ വെക്കുക, അത് ബക്കറ്റിൽ വെക്കുന്നുണ്ട്. വലിയ 2 ഭീമൻ കാട്ടുപോത്ത്. ഞാൻ സ്റ്റാറ്റു ആണെന്ന് വിചാരിച്ച് വണ്ടി തിരിച്ചു വിട്ടു കേട്ടോ. തിരിച്ചു വിട്ട് നോക്കുമ്പോൾ ജീവനുള്ള വലിയൊരു 2 കാട്ടുപോത്താണ്. ഇതൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ കാറ് തകരുമെന്നുള്ളതാണ്. പിന്നെ ഒരു പെരുതര ഈ കാട്ടുപോത്തൊന്നും അത്ര അഗ്രസീവ് ആവില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ മേട്ടുപ്പാളം വഴി പാലക്കാട് വഴി തിരിച്ചു പോയി. അത് ആ കാട്ടുപോത്തിൻ്റെ ഒരു ഭീകരത കണ്ടോ.